ഓളെടുത്ത് നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി എവിടെയാണ്? പള്ളിയുടെ കോലാലിരിക്കുക, ഫിത്ന പറയാതെ തന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താണ്? പള്ളിയിലേക്ക് വരുമ്പോഴാണ്. നിങ്ങൾ വിചാരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ ഗൾഫിലുള്ള പലരും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് അവിടെ നിൽക്കലാണ് വീട്ടിനേക്കാളും സായർ. പ്രവാസികൾ തന്നെ വന്നിട്ട് 2 മാസം ഓളി മക്കളെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ശരിയാണ്, പക്ഷെ നല്ലത് എന്താണ്? ഗൾഫിനെയാണ്. ഈ ജാതി സ്വഭാവമുള്ള പെണ്ണിനടുത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഗൾഫാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, എന്നാ പെണ്ണുങ്ങള് അവരാശ്വസിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ബനിയനിടുമ്പോ, നിങ്ങളൊരു കുപ്പായിട്ടിട്ട് പുറത്തിറങ്ങുമ്പോ പെണ്ണുങ്ങൾക്ക് ഇത്തിരി സമാധാനമുണ്ട്. പഠിച്ചോനെ അൽഹംദുലില്ലാ, ഇനി വൈകുന്നേരം വരെ ഇതിന്റെ വായു കേൾക്കണ്ടല്ലോ അല്ലാഹ്. മനസ്സിലായില്ലേ? കൂടെ കിടക്കുന്ന ഭാര്യ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഭാര്യ, അവള് പലരെയും മനസ്സിൽ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്. പലരെയും മനസ്സിൽ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിയില്ല. എപ്പോഴാ നിങ്ങൾ അറിയാന്നറിയോ? നിങ്ങളോട് പറയും, ഞാൻ ഇന്നലെ നമ്മളെ റസിയാനെ കാണാൻ വേണ്ടി പോയിരുന്നു, അല്ലെങ്കിൽ മാജിദാനെ കാണാൻ വേണ്ടി പോയിരുന്നു. അവരും അവരാ ഫാമിലി എന്തോ ഒരു സ്നേഹം എന്നറിയോ? അയാൾ ഓളോട് കാണിക്കുന്ന സ്നേഹം, അയാൾ ഭാര്യയോട് കാണിക്കുന്ന ബഹുമാനം, എന്തോ ഒരു ബഹുമാനാണ്. അവരുടെ സംസാരമൊക്കെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു പോയി, നമ്മളതുപോലെ ആയിനെങ്കിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പഠിച്ചോ, നിങ്ങൾ പറ മനുഷ്യന്മാരെ. ഒരു ഭാര്യ വന്നിട്ട് നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളാകുന്ന ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോ വേറൊരു ഭർത്താവിനെ നമ്മളെടുത്ത് വർണ്ണിച്ചു കഴിഞ്ഞാൽ അത്ര അവളുടെ ഭർത്താവിന്റെ അത്ര നമ്മള് പോരാ, എത്തിയിട്ടില്ല. അപ്പൊ എന്ത് വേണം? നമ്മളെ നന്നാകണം, ആണുങ്ങളെ നന്നാകണം. എന്തിനു വേണ്ടിയാണ്? ആണ് നന്നായാൽ അവിടെയാണ് വിഷയങ്ങൾ വരുന്നത്, അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിലെ ഏറ്റവും നല്ല മണവാളനാണല്ലോ, ഏറ്റവും നല്ല പുതിയാപ്പിളയാണല്ലോ, ഏറ്റവും നല്ല അമ്മോശനാണല്ലോ. അറിയുമോ? തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ കോടീശ്വര പ്രഭുക്കളായ ആളുകൾ വന്ന് ആലോചന നടത്തിയിട്ടുണ്ട്. കേൾക്കണേ പെണ്ണുങ്ങളെ, ഇത് കേൾക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഭർത്താവ് നിങ്ങൾ ആഗ്രഹിച്ച രൂപത്തിൽ നിങ്ങളോട് പെരുമാറുന്നില്ല? സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പഴച്ചിട്ടുണ്ട്. മകൾക്ക് വേണ്ടിയിട്ട് ഭർത്താവിനെ എടുത്തു കൊടുത്തെടുത്ത് നിങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. തിരുത്താൻ കഴിയണം. എവിടെയാണ്? ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോ ആണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോ പെണ്ണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മകൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്തുമ്പോ ഇവിടെ നിങ്ങൾ നോക്കിയത് ടെറസാണ്, ഇന്റർലോക്കാണ്, മാർബിളും ഗ്രാനൈറ്റും കൊണ്ട് അടിപൊളിയാക്കി മുഞ്ചാക്കി വെച്ചിട്ടുള്ള, കോടികൾ ചെലവിട്ടുകൊണ്ട് മനോഹരമാക്കി വെച്ചിട്ടുള്ള മണിമാളിക വീടിനെയും ലക്ഷറി വാഹനത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പുതിയാപ്പിളയെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ല കൂട്ടരെ, സമ്പാദ്യം ഒരിക്കലും മനുഷ്യന് സമാധാനം തരൂല. പണം മനുഷ്യന് സമാധാനം തരൂല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. പണം മനുഷ്യന് സമാധാനം തരൂല, ഒരിക്കലും തരൂല. അതാ പെണ്ണിന്റെ വിഷയത്തിലും റസൂലുള്ളാഹി അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സമ്പാദ്യമുള്ള കുടുംബത്തിന് കല്യാണം കഴിച്ചിട്ട് നീ ഇടങ്ങേറാകുന്നതിനേക്കാളും നല്ലത് സമ്പാദ്യം ഇല്ലാത്ത കുടുംബത്തിന് കെട്ടലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം എന്താ? പണമുള്ള പെണ്ണിന് ചിലപ്പോൾ അഹങ്കാരം വന്നൂടായില്ല.
ഞാൻ എല്ലാ പെണ്ണുങ്ങളല്ല കേട്ടോ പറയണത്, നിങ്ങൾ അങ്ങനെ ധരിക്കേ വേണ്ട. എല്ലാ പെണ്ണുങ്ങളല്ല, ഇത് ലൈവുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്. പണമുള്ള ചില പെണ്ണുങ്ങൾക്ക് അഹങ്കാരമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞുതരാന്. എന്താണെന്നറിയോ, ഇപ്പം ഈ പ്രായത്തിൽ നിങ്ങളോട് കൂടുതൽ പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാത്ത രീതി നിങ്ങളുടെ കുടുംബത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കട്ടെ. അത് ശരിയാവില്ല ഉസ്താദേ. ഇല്ല ഞാൻ പൊക്കൂല, വേണ്ട പൊക്കണ്ട കേട്ടോ. കാരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൊക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള കുടുംബം എവിടെയാണെന്നറിയുന്നത്, ആ മക്കള് വളർന്നു വലുതായി, പിന്നെ നല്ല പണമുള്ള പുയ്യാപ്പള്ളിയും കിട്ടി, ഉമ്മാന്റെ കയ്യിലേക്ക് പൈസ വരുമ്പോ ആ വീട്ടിലുള്ള ആക്രിയായ ഉപ്പയെ ഇപ്പൊ ഉമ്മാക്ക് വേണ്ട. ശരിയാണോ തെറ്റോ? ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ശരിയാണ് അല്ലേ? ഇത് ലൈവിൽ എല്ലാരും കേൾക്കുന്നുണ്ടേ. ശരിയാണ്. അതായത് ഒരു പ്രായം വരെ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം നിങ്ങളിൽ നിന്ന് ഭാര്യക്ക് കിട്ടുന്നത് വരെ മാത്രമാണ് ആരെ വേണ്ടു? നിങ്ങളുടെ ഭാര്യക്ക് വേണ്ടു. ഇപ്പൊ നിങ്ങളടുത്തുനിന്ന് കിട്ടാതെ വരുമ്പോ പോകുന്ന സമയത്ത് നിങ്ങളോട് പൊരുത്തം പറയാറില്ല, ചോദിക്കാറില്ല, സമ്മതം ചോദിക്കാറില്ല, അനുവാദം ചോദിക്കാറില്ല. പെങ്ങളെ, ഈ സ്ഥലത്തുള്ള ഈ മഹനീയമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമ്മമാരോട് ഞാൻ പറയാണ്, നിങ്ങളെ മരിക്കുന്നത് വരെ നിങ്ങളുടെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മജ്‌ലിസുൻ നൂറിന് വരല്ലേ, സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരല്ലേ, ഇവിടെ നടക്കുന്ന വഅദിന്റെ മജ്‌ലിസിൽ വരല്ലേ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങല്ല പെങ്ങളെ. ശപിക്കുന്നത് മലക്കുകൾ മാത്രമല്ല, ശപിക്കുന്നത് സാലിഹീങ്ങളായ ആളുകൾ മാത്രമല്ല, നടന്ന് നീങ്ങുന്ന ഓരോ വഴികളിലുള്ള മണൽ തരികൾ പോലും നാളെ നിങ്ങൾക്കെതിരാണ്. ഇത് പഠിപ്പിച്ചു തരുന്നത് തമാശക്ക് പോലും കളവ് പറയാത്ത സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങരുത്. ഞാൻ അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരും. എങ്കിലും ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം എന്താ, ഇപ്പൊ പ്രായം ചെന്ന ആളെടുത്താണ് കൂടുതൽ പ്രശ്നം. പക്ഷെ ആർക്കും പുറത്തു പറയാൻ പറ്റൂല. ഇതുപോലെ പണ്ടൊരാൾ ഹോട്ടൽ തുടങ്ങിയതുപോലെ ഒരാൾ ഹോട്ടൽ തുടങ്ങിയിട്ട് അയാൾ ഹോട്ടലിന്റെ പേരിട്ടു ഹോട്ടൽ അടിപൊളിയെന്ന്. കല്യാണം കഴിഞ്ഞ പാട് അടിപൊളിയായിരുന്നു. മനസ്സിലാക്കണേ, കല്യാണം കഴിഞ്ഞ പാട് അടിപൊളിയായിരുന്നു. പിന്നെ അയാൾക്ക് സ്വാഭാവികമായിട്ട് കച്ചവടത്തിൽ തകർച്ച വന്നു. അയാൾ ആ കച്ചവടം വിട്ട് മറ്റൊരു കച്ചവടം അയാൾക്ക് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ അയാൾ വെയിറ്റ് വാഷ് ചെയ്തിട്ട് പെയിന്റൊക്കെ മാറ്റിയിട്ട് അയാൾ ഹോട്ടലിന് പേര് മാറ്റി കൊടുത്തു. ഹോട്ടൽ തുടങ്ങിക്കുടുങ്ങിന്ന് പേരിട്ടു. ഇപ്പൊ നിങ്ങളുള്ളത് ഏത് സ്റ്റേജിലാണ്? ഞാൻ കെട്ടിക്കുടുങ്ങി എന്നുള്ള സ്റ്റേജിലാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അയാൾ തുടങ്ങിക്കുടുങ്ങി നിറഞ്ഞു, നിങ്ങളെ കെട്ടിക്കുടുങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഇതിനെ കൊണ്ടൊരു സമാധാനമില്ല. മനസ്സിലായില്ലേ? പിന്നെ കുറച്ചും കൂടി പ്രായമായി, മക്കളൊക്കെ വലുതായി, നാട്ടിൽ കുറച്ചൊരു അഭിമാനിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബത്തിന്റെ പ്രശ്നം നാട്ടുകാരറിഞ്ഞ മോശമാണ്, വേറൊന്ന് പോയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞ മക്കൾക്ക് അഭിമാന പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇയാൾ എന്താ ചെയ്തറിയോ, മൂന്നാമത് അയാൾ ഹോട്ടലിന് ഒരു പേരിട്ട് ഹോട്ടൽ പോന്നിടത്തോളം പോട്ടെ. ഇപ്പൊ അങ്ങനെ പോവാണ്. ഇപ്പൊ എന്താ ചെയ്യാ, കബറിലേക്ക് കാല് നീട്ടി കിടക്കുന്ന പ്രായം. മനസ്സിലാഗ്രഹമുണ്ട് വേറെ കെട്ടാന്ന്. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ ചോദിക്കും ചെയ്യുമല്ലോ നമ്മളോട്, നിങ്ങൾക്ക് വേറെ കെട്ടാൻ ആഗ്രഹമുണ്ടോ? പണ്ടൊരു പെണ്ണ് ഇതേപോലെ ചോദിച്ചത്രേ. അപ്പൊ ഇവൻ പറഞ്ഞത്രേ, നിന്റെ കബറിന്റെ മുകളിൽ ഒഴിക്കുന്ന വെള്ളം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മോളെ എനിക്ക് വേറെ കെട്ടണം. കാരണം ഒന്ന് ഒരു പെണ്ണിന് ജീവിതം ഉണ്ടാക്കലാണ്, മറ്റൊന്ന് എനിക്കൊരു സമാധാനമാണ്. ഇവള് മരണപ്പെട്ടിട്ട് ഇവൻ പോയിട്ട്, ഈ പുതിയാപ്പിള പോയിട്ട് എപ്പോഴും കബർ നോക്കുമ്പോ മൊത്തം നനഞ്ഞിട്ട് നിന്നെ ഉണ്ടാകുക. കബർ ഉണങ്ങിയിട്ടില്ല. ഇയാളെ എപ്പോ ഓളെ കബറിന്റെ അടുത്ത് പോകുന്ന അപ്പോഴെല്ലാം കബർ നനഞ്ഞിട്ടുണ്ട്, കബർ ഉണങ്ങിയിട്ടില്ല. ഒരു ദിവസം ഇയാള് സാധാരണ പോകുന്ന ടൈമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് നേരത്തെ പോയി കബറിന്റെ അടുത്ത്. അപ്പുണ്ട് ഈ പെണ്ണിന്റെ ആങ്ങളെ ബക്കറ്റും പിടിച്ചിട്ട് ഇങ്ങനെ വരും.
എവിടെ നട നീ വരുന്നു ചോദിച്ചു. ഞാനിപ്പോ നിങ്ങളെ ഖബറിലൊക്കെ പോയത്. എന്തിനാ പോയത്? ഓള് മരിക്കുന്ന സമയത്ത് എന്നോട് വസിയത്ത് ചെയ്തിരുന്നു, ഇക്ക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നവരെ എന്റെ ഖബറിന്റെ മുകളിൽ എപ്പോഴും വെള്ളൊഴിച്ചുകൊണ്ടേയിരിക്കണേ. പറഞ്ഞ മനസ്സിലല്ലോ, ഇത് ഉണങ്ങിയാൽ ഈ സാധനം വേറെ പോയി കെട്ടും. അപ്പൊ പെണ്ണുങ്ങളെ വസിയത്താണ്. അള്ളാഹു നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ പുതിയാപ്പിളയായിട്ട് തെരഞ്ഞെടുക്കുന്നിടത്ത് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. വീട്ടിൽ മകൾക്ക് ആലോചന വരുമ്പോ, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടൊരു പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുമ്പോ അവിടെ നിങ്ങളെ ശ്രദ്ധിക്കണേ. ഇവിടെ ഇതാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാരമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയിട്ട് ആലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കോടീശ്വര പ്രഭുക്കളായ ഒരുപാട് ആളുകൾ വന്നു. ഹബീബായ നബി തങ്ങൾ അവസാനം ചോദിച്ചു, സ്വഹാബാ അയ്ന അലി, നമ്മുടെ അലി എവിടെ സ്വഹാബാ? ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രപ്പോസ് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അലിയേ, എന്റെ പൊന്നാരമോളെ ഫാത്തിമ ബീവിയെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അലിയേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് തന്റെ മകളെ വിവാഹം കഴിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വാക്കങ്ങ് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കരയാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, മോഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, എന്റെ ഉള്ളിൽ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല നബിയേ, ഞാൻ എങ്ങനെ ഫാത്തിമയെ വിവാഹം കഴിക്കും നബിയേ? ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ദരിദ്രനാണ് ഞാൻ. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ദരിദ്രനാണ് ഞാൻ നബിയേ. മഹറായിട്ട് കൊടുക്കാൻ ഒരു ദിർഹം പോലും എന്റെ കയ്യിലില്ല ഹബീബേ. അങ്ങയുടെ പൊന്നാരമോൾക്ക് മഹറായിട്ട് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല ഹബീബേ. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മോനെ അലി, വിഷമിക്കല്ല മോനെ, വീട്ടിലെന്തെങ്കിലും വിൽക്കാനായിട്ട് സാധനങ്ങളുണ്ടോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഉണ്ട്. അങ്ങനെക്ക് ദാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു പടയങ്കിയുണ്ട് നബിയെ. എന്ന മോനെ അത് കൊണ്ടുവാ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പടയങ്കി കൊണ്ടുവന്നു. സദസ്സിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലേലത്തിന് വെച്ചു. സ്വഹാബികളെ കൂട്ടത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് 480 ദിർഹമിന് ആ പടയങ്കി വാങ്ങുന്നു. 400 ദിർഹമിനെ മഹറായിട്ട് കൊടുക്കുന്നു. 80 ദിർഹമിനെ കൊണ്ട് വിവാഹം കഴിക്കുന്നു. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളുടെ കല്യാണം കോടീശ്വരന്മാരെ കൊണ്ട് വിവാഹം
കഴിപ്പിച്ചിട്ട് ആർഭാടകരമായ രീതിയിൽ ഉല്ലാസകരമായ രീതിയിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്തുകൊണ്ട് പുന്നാര നബി തങ്ങൾക്ക് ഈ സമുദായത്തിന്റെ മുന്നിൽ നിന്ന് ലൈക്ക് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടല്ല, ദരിദ്രനിൽ ദരിദ്രനായ അലി എന്ന പാവപ്പെട്ട സ്വഹാബിയെ തെരഞ്ഞെടുത്തതിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബ, എന്റെ മകൾക്ക് അലിയെ ഞാൻ ഭർത്താവായിട്ട് തെരഞ്ഞെടുക്കാൻ കാരണം രണ്ടാണ്. ഇതുപോലെ നിങ്ങളും കാരണം വെച്ചിട്ട് നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോ ആരായിരിക്കണം നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കേണ്ടത്? എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്, ശരിയാ. ഭൗതികമായ ലക്ഷ്യവും ഭൗതികമായ താല്പര്യവും മുന്നിൽ വെച്ചിട്ട് നിങ്ങളുടെ മകളെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കൊടുത്താ അവൾക്ക് കൂടുതൽ ആയുസ്സുണ്ടാവുകയില്ല, അവരുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ ആയുസ്സുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഇവിടെ പറഞ്ഞത് രണ്ട് കാരണമുണ്ട് സ്വഹാബ. എന്റെ മകൾക്ക് ഞാൻ ഭർത്താവായിട്ട് അലിയെ തെരഞ്ഞെടുത്തത് രണ്ട് കാരണമാണ്. ഒന്ന്, അലിയുടെ ധീരതയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്, സയ്യിദുനാ റസൂലുള്ളാഹ്. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? വേഗം ഉറങ്ങിക്കോ, എന്നാ പിന്നെ നമുക്ക് വേഗം നിർത്തും ചെയ്യാം ഇൻഷാ അല്ലാഹ്. വേറെ അങ്ങനെ നിങ്ങൾ എത്ര വേഗം ഉറങ്ങിയോ അത്ര വേഗം നമ്മൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്നാലോ ഒന്നാമത്തെ കാരണം ധീരതയാണ്. രണ്ടാമത്തെ കാരണം പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹ്. എന്താ രണ്ടാമത്തെ കാരണം? പാണ്ഡിത്യമാണ് സ്വഹാബ, ഇൽമാണ് സ്വഹാബ, വിവരമാണ് സ്വഹാബ, ദീനിനെ കുറിച്ചുകൊണ്ടുള്ള അറിവാണ് സ്വഹാബ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഇത് നോക്കുന്നത്? ആരാ ഇതൊക്കെ പരിഗണിക്കുന്നത്? ആരാ പരിഗണിക്കുക? മതപരമായ വിവരവും മതപരമായ വിദ്യാഭ്യാസവും നോക്കിയിട്ട് ഏത് മക്കൾക്കാ നമ്മൾ നമ്മുടെ മക്കളെ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്? നമ്മുടെ ഏത് മക്കൾക്ക് അങ്ങനെ ഒരു പുതിയാപ്പള നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ വീട്ടിലുള്ള പുയ്യാപ്പിളാര് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം ഖുർആൻ എടുത്തിട്ട് ഓതുന്നത് നിങ്ങളുടെ വീട്ടിൽ കണ്ട അമ്മോശന്മാരുണ്ടെങ്കിൽ അത് കൈവക്കെ കാണട്ടെ. നിങ്ങൾക്ക് പുയ്യാപ്പിളാരില്ലേ? ഇല്ലേ? നിങ്ങളെ മക്കളെ കെട്ടിച്ച ആരും ഇല്ലേ? ഇല്ലേ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ എന്റെ പുതിയാപ്പിള ഖുർആൻ എടുത്ത് ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉസ്താദേ എന്ന് പറയാൻ പറ്റുന്നവർ കൈവക്കട്ടെ, നോക്കട്ടെ. യാസീൻ പോലും അറിയാത്ത ടീമാണ് ചില വീട്ടിലുള്ള പുയ്യാപ്പിളാര്. എന്തേ ഉള്ളൂ? ഇപ്പത് പുതിയതായിട്ട് വന്നിട്ടതാ, ഉള്ളിക്ക് വില കൂടിയിട്ടുണ്ട്, പുയ്യാപ്പിളാര് മാസത്തിൽ കൊടുക്കുന്നത് കുറച്ച് കൂട്ടിത്തരണം. അപ്പൊ ഓൻ പറഞ്ഞത്ര നമുക്ക് ഉള്ളി ഉപയോഗിക്കാത്ത സാൻഡ്വിച്ചും അതേപോലെ തന്നെ ഈ അയക്കുറ പൊരിച്ചതും മറ്റു മീനൊക്കെ പൊരിച്ചതും മതി തൽക്കാലം, നമുക്ക് ഉള്ളി ഉപയോഗിക്കണ്ട. പുയ്യാപ്പിള അങ്ങോട്ട് ഇവിടെ ലേലം വിളിക്കാൻ ഉള്ളിയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ളത് അതാണല്ലോ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ അടിപൊളിയായിട്ട് ഉള്ളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ട് മാഷാ അല്ലാഹ് വളരെ രസകരമായ ഭക്ഷണമായിരുന്നു എനിക്ക് വീട്ടിൽ ഒരുക്കിയത്. അൽഹംദുലില്ലാഹ് ആ വീട്ടുകാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുണ്ടാക്കിയ കുടുംബത്തിന് ഉമ്മമാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആ വീട്ടിലുള്ള സഹോദരൻ വിദേശത്താണെന്ന് അറിഞ്ഞു അല്ലേ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചത് അല്ലേ? അല്ലാഹു ആ സഹോദരന്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വളരെ പിന്നെ രുചികരമായ ഫുഡായിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു ആ കുടുംബത്തിന് ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയല്ലേ ഉള്ളൂ. അല്ലാഹു അവർക്ക് ജീവിച്ചിരിപ്പുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു പഠിച്ചാണ് ഇവിടെ അങ്ങനെ ഉള്ളിക്ക് വിലയുണ്ട്, വില കൂടിയിട്ടില്ല എന്നാ തോന്നുന്നത്. കാരണം അവരെ നന്നായിട്ട് ഉള്ളി ഉപയോഗിച്ച് കണ്ടു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതോപാധികളിൽ ഭക്ഷണ മേഖലകളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഖുർആൻ ഓതാൻ അറിയുന്ന പുതിയാപ്പിള വീട്ടിലില്ല. ഒന്ന് എപ്പെങ്കിലും ഒന്ന് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? ഇമാമത്ത് നിൽക്കാനേ
എന്നെങ്കിലും ഒരു ഒന്നില്ലെങ്കിൽ നമ്മളെ സ്വന്തം വീട് കൂടിയലിന് അവനോന്റെ വീട് കൂടിയലിന് ആ വീട്ടിലെ ഉടമസ്ഥൻ തന്നെ സാധാരണ ചില നിസ്കാരം പാടില്ല കേട്ടോ. വീട് കൂടിയലിന്റെ സമയത്ത് ചില നാട്ടിലുണ്ട്, ചില സ്ഥലത്തുണ്ട്. എന്താണ്? വീട്ടിൽ തന്നെ സുബഹി നിസ്കാരം. പള്ളി അടുത്തുണ്ടായിട്ടും പോയിട്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കാം. ആണുങ്ങൾക്ക് ശരിയല്ല, ആണുങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വീട്ടിൽ പെണ്ണുങ്ങൾ നിസ്കരിച്ചാൽ മതി. സുബഹി നിസ്കാരം ആണുങ്ങൾക്ക് പള്ളി തന്നെ അവിടെ നിന്ന് സുന്നത്ത് നിസ്കരിക്കാം. നേരെ പള്ളിയിലേക്ക് വരിക. നിങ്ങൾ എവിടെ വീട് കൂടിയിട്ടുണ്ടായാലും അങ്ങനെ ചെയ്താൽ മതി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ നടത്തിയിരുന്നത് എന്താണെന്നറിയോ? 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ നടക്കണം പള്ളിയിലേക്ക്. ഇവിടുന്ന് സുബഹി ബാങ്ക് കൊടുത്ത് വീട് കൂടിയിൽ നടത്തിയിട്ട് പള്ളിയിലേക്ക് എത്തുമ്പോൾ അവിടെ സുബഹി ജമാഅത്ത് കഴിയും. അങ്ങനെയുള്ള കാലമായിരുന്നു. ഇന്നിപ്പോ നമുക്ക് വാർഡടിസ്ഥാനത്തിൽ പള്ളിയുണ്ട് അല്ലേ? ഒരു 500 മീറ്റർ 100 മീറ്റർ 250 മീറ്റർ ഒക്കെ കൂടുമ്പോ കളിപ്പറമ്പിൽ വന്ന് നോക്കിയാട്ടെ, മാർക്കറ്റ് കയറിയിട്ട് വലത്തോട്ട് തിരിഞ്ഞാലും പള്ളി, അടുത്തോട്ട് തിരിഞ്ഞാലും പള്ളി, മുമ്പിൽ പോയാലും പള്ളി, ബാക്കിൽ പോയാലും പള്ളി, എല്ലായിടത്തും പള്ളിയുണ്ട്. ഇതുപോലെ എല്ലായിടത്തും പള്ളി കൂടി. ഓരോ പാർട്ടിക്കനുസരിച്ചിട്ടുള്ള പള്ളി വന്നു, കുടുംബത്തിനനുസരിച്ചിട്ടുള്ള പള്ളി വന്നു. ഇനിയിപ്പോ എന്തിനൊക്കെ പള്ളി വരും അള്ളാഹ്ക്കറിയാം. ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ 3-4 പള്ളി വരാൻ പോവാണ്. അള്ളാഹു കാക്കട്ടെ. പറയാൻ പറ്റില്ല. കാരണം എന്താ? ഒരുത്തൻ മുജാഹിദാണ്, ഒരുത്തൻ തബ്ലീഗാണ്, വേറൊരുത്തൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, പിന്നെ ഒരു ഏപ്പിക്കാരനാണ്, വേറൊരുത്തൻ ഈക്കക്കാരനാണ്. ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ 5 പള്ളി ചിലപ്പോ നാട്ടിൽ വന്നൂടായില്ല. അള്ളാഹു കാക്കട്ടെ. 5 മക്കൾ 5 പള്ളിയുടെ ഭാരവാഹികൾ. അള്ളാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബം നശിച്ചുകൊണ്ട് പോവാണ്, നാട് നശിക്കുകയാണ്. അള്ളാഹു നമ്മൾക്ക് എപ്പോഴും എവിടെയും മരിക്കുന്നത് വരെ ഐക്യവും സ്നേഹവും അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇവിടെ എന്നോട് സെക്രട്ടറി പറഞ്ഞു, ഉസ്താദ് ഇവിടെ പലരും ഉണ്ട്, എല്ലാവരും നല്ല സ്നേഹത്തിലാണ്, സന്തോഷത്തിലാണ്. അള്ളാഹുവേ എന്നും ആ സ്നേഹവും ഐക്യവും നീ മരിക്കുന്നത് വരെ, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവേ ഈ നാട്ടിൽ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ, നീ നിലനിർത്തണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ ഖുർആൻ ഓതാൻ അറിയില്ല. പണ്ട് ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് 3 ചെറുപ്പക്കാര് പോയത്രേ. 3 ചെറുപ്പക്കാര് പോയിട്ട് പെണ്ണിന്റെ വീട്ടിൽ കയറി. ചായ കുടിക്കുന്നതിനിടയില് ഉപ്പ ഒരുത്തനോട് ചോദിച്ചിട്ട്, മോനെ നിന്റെ പേരെന്താടാ? അപ്പൊ ചങ്ങായി പറഞ്ഞു, എന്റെ പേര് യൂനുസ് എന്നാണ്. അപ്പൊ പെണ്ണിന്റെ ഉപ്പ ചോദിച്ചത്ര, നിനക്ക് യൂനുസ് സൂറത്ത് അറിയോ? അറിയാന്ന് പറഞ്ഞു. ഇവൻ ഓതി കൊടുത്തു. മറ്റവനോട് ചോദിച്ചത്രടാ നിന്റെ പേരെന്താ? അപ്പൊ ഇവൻ പറഞ്ഞത്ര, എന്റെ പേര് യൂസഫ് എന്നാണ്. അപ്പൊ ഇവനോട് ചോദിച്ചത്രടാ നിനക്ക് യൂസഫ് സൂറത്ത് അറിയോ? അറിയാം, ഓതി കൊടുത്തു യൂസഫ് സൂറത്ത്. മറ്റവനോട് ചോദിച്ചത്ര, പുതിയാപ്പിളയോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. പെണ്ണിനെ അന്വേഷിച്ചു വന്ന, പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുന്ന ഈ പുയ്യാപ്പിളയോട് ഈ ചങ്ങാതിയോട് ഉപ്പ ചോദിച്ചത്ര, മോനെ നിന്റെ പേരെന്താ? ഇവൻ പറഞ്ഞത്ര, ഉപ്പ എന്റെ പേര് യാസീൻ എന്നാണ്, പക്ഷെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന കുൽഹുൽ എന്നാണ്. യാസീൻ എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് മറ്റൊരു ഓദിച്ചു വെച്ചതുപോലെ യാസീൻ ഓദിപ്പിച്ച എനിക്ക് കിട്ടൂല. കാരണം ഇവനെ കൊല്ലുഹല്ലാഹ് ഓതുന്ന ടൈമിലാണ് എത്തിയിട്ടുള്ളത്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നേർച്ചക്കായാലും ഇനി റബീഉൽ അവ്വലിന്റെ മൗലിദിനായാലും പള്ളിയിലെ നേർച്ചക്കായാലും എല്ലാറ്റിലും അങ്ങനെ തന്നെ. മജ്ലിസിന്റെ കൊണ്ട് ചോറിനായാൽ പോലും ലാസ്റ്റ് കൊല്ലുഹല്ലാഹ് ഓതുമ്പോ കടത്തു. അതുവരെ പരിസരത്തുണ്ടാവില്ല അല്ലേ? അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരട്ടെ. അപ്പൊ ദീനിയായ ചെറുപ്പക്കാരനെയാണ് പെണ്ണിനെ നോക്കേണ്ടത്. പെമ്മക്കൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയുള്ള ആണിനെയാണ്. സഹോദരങ്ങളെ, അവിടെയാണ് കുടുംബം വിജയിക്കുന്നത്. കാരണം എന്തേ? വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. ഭൂമി നന്നായാൽ അതിൽ മുളക്കുന്ന വിളവുകൾ നന്നാകുന്നതാണ്. ഭൂമിയാകുന്ന മാതാപിതാക്കൾ നന്നാകണം, അഥവാ ഭാര്യ ഭർത്താക്കന്മാര് നന്നാകണം. എങ്കിലേ അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ നന്നാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആണിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ മോനെ, 4 നിബന്ധനകൾ നിന്നോട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ 4-ൽ 4-മതായിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണേ. എന്തിനാണ്? ദീനുള്ള പെണ്ണാണ് നിന്റെ ജീവിതത്തിൽ വിജയമുണ്ടാക്കി തരിക. സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാനിത് വിശദീകരിക്കല്ല. ഇതിന്റെ 1-ാമത്തെ ഭാഗം ഇതേ ലൈവിൽ തന്നെ ഞാൻ
തൊട്ട് തളിപ്പറമ്പിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം തരട്ടെ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കണില്ല, കാരണം ഇത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് മുമ്പ് കേട്ട ആളുകൾ തന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. എങ്കിലും നിങ്ങൾ എനിക്ക് പുതിയവരാണ്, പുതിയ ആളുകളാണ്. നിങ്ങൾക്ക് ഞാനും പുതിയ ആളാണല്ലോ. പറയാം, ഹബീബായ നബി തങ്ങൾ 4 നിബന്ധനകൾ പറഞ്ഞുവല്ലോ. പെണ്ണിനെ മുതലോക്കിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അതിനെ റസൂലുള്ളാഹി നിരുത്സാഹപ്പെടുത്തി. രണ്ടാമതായിട്ട് പറഞ്ഞു, പെണ്ണിന്റെ ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിക്കാം. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അവർക്ക് പിന്നെ മനസ്സറിയേണ്ട ആവശ്യമില്ല. പെണ്ണിന്റെ സംസ്കാരവും ജീവിത രീതിയും ചിട്ടയും ഒന്നും അറിയണ്ട. കാണാൻ ഉറൂസിന്റെ അടുത്ത് പോയെടുത്ത്, വേറെ ചങ്ങായിമാരെ കല്യാണത്തിന് പോയെടുത്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാൻ ഏതെങ്കിലൊക്കെ പിന്നെ കളറുള്ള പെയിന്റ് അടിച്ചിട്ടുള്ള പെണ്ണിനെ കണ്ടാൽ പിന്നെ ഓന്റെ ഓളെ ബേക്ക് തന്നെ കൂടി ചെറുപ്പക്കാർ. അപ്പൊ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ പാടെ ജീവിതത്തിന് സുഖം ഉണ്ടാകുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ സുഖം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇവളെ ഭംഗി പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോ അതിങ്ങനെ മങ്ങിക്കൊണ്ടുവരികയാണ്. അതെപ്പോഴും നിലനിൽക്കൂലല്ലോ. അന്നെനിക്കെന്റെ കണ്ണിലെന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി. അന്നങ്ങനെയായിരുന്നു കല്യാണം കഴിഞ്ഞ പാട്. ബൈക്കിൽ പോകുമ്പോ സെൽഫി, സ്കൂട്ടി പോകുമ്പോ സെൽഫി, കാറിൽ ഇരുന്നിരുന്ന സെൽഫി, കാറിൽ ഓളെ സീറ്റിന്റെ ഭാഗത്ത് നിന്ന് ഓളെ തല കൊണ്ടുപോയിട്ട് കാറ്റടി മരം പോലെ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടൊരു സെൽഫി. എന്റെ അള്ളാ ഒന്നും പറയണ്ട, ഏതെല്ലാം മോഡലുള്ള സെൽഫിയാണ്. പിന്നെ മണിയറയിൽ സെൽഫി, കിച്ചണില് സെൽഫി, ഇല്ലേ? എല്ലായിടത്തും സെൽഫി തന്നെ. ഓളെ അൽക്കുന്നിടത്ത് പോയിട്ട് അതും സെൽഫി, ടിക്ടോക്ക്, ലൈക്ക് ചോദിക്കല്, എന്തെല്ലായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെ എന്ത് ചെയ്തു? ആ ഭംഗി ഇങ്ങനെ മങ്ങാൻ തുടങ്ങി. ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. ഇന്നിപ്പോ എന്താ വന്നെ പണി? ഓളെ കൂട്ടിയിട്ട് 2 മക്കളെയും മുമ്പിലിരുത്തിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഹെൽമെറ്റ് വെച്ചിട്ടും കണ്ണ് ടൗണിൽ കണ്ട മറ്റേ പെണ്ണിന്റെ മൂത്ത്. ഓള് കുഴപ്പമില്ല. സ്വന്തം ഭാര്യ കൂടെ ഉണ്ടായിട്ടും വേറെ പെണ്ണിനെ നോക്കിയിട്ട് വളർക്കുന്ന ടീമാണ് ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ പുയ്യാപ്പിളര്. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇവിടെ അങ്ങനെയാണെന്നല്ല പറഞ്ഞ ഞാൻ പോകുന്നവരെ. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങനെയുള്ളവരൊന്നുമില്ല. ഇവിടെ നല്ലവരെന്നെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പൊ സന്തോഷമുണ്ടാകണമെങ്കിൽ ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് ദീനുള്ള ചെറുപ്പക്കാരനാകണം, ഇൽമുള്ള ആളാകണം, വിവരമുള്ള ആളാകണം. ഒരു കാലഘട്ടത്ത് ഉസ്താദന്മാർക്ക് പെണ്ണിട്ട ഭയങ്കര അടങ്ങാറുണ്ടായിരുന്നു. ഇത് നവദമ്പതികളാട്ടോ. ഇവിടെ കല്യാണം കഴിച്ചാൽ ഇവിടുന്ന് വരുന്നതിന് ഇവിടെ വരുന്നതിന് ഇപ്പടുത്ത് കല്യാണം കഴിച്ചത്. അള്ളാഹു സ്വാലിഹത്തായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം ഒരു കാലഘട്ടത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർമാർക്കും ഉസ്താദന്മാർക്കും പെണ്ണെട്ടിക്കൂല, അവർക്ക് പെണ്ണിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പതൊക്കെ മാറി. കാരണം എന്താ? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തോന്നി ഇതിപ്പോ ഇരുന്നിടത്തൊക്കെ ഫുഡ് കിട്ടാൻ തുടങ്ങിയ ഉസ്താദന്മാരെ ഭാര്യമാർക്ക്. എന്തേ? അധിക മഹലിലും ഉസ്താദന്മാരെ ഭാര്യമാരെ കൊണ്ടുപോയിട്ട് മഹലിൽ തന്നെ താമസിപ്പിക്കാൻ തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്നിട്ടോ രാവിലെ കത്തിൽ വന്ന ഉസ്താദ് വിളിക്കേടി, നീ ഒന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ബാക്കിയുള്ളത് അവിടെ. ഉച്ചക്ക് നീ ഒന്നും ഉണ്ടാക്കണ്ട, രാത്രി അതും ഓക്ക് 3 നേരം ഇരുന്ന് തിന്നാം. പിന്നെയോ ഏതെങ്കിലും ഗ്രൂപ്പിൽ അറിയപ്പെട്ട ഉസ്താദാണെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ പെട്ടിട്ട് ഉംറക്ക് പോകാൻ തുടങ്ങിയ 2ാമത്തെ നോക്കിൽ ഓളിയും കൊണ്ടുപോകും. അൽഹംദുലില്ലാ ഒക്കെ ഉംറയും ചെയ്യാം. പിന്നെ പഴയതുപോലെ സൈക്കിളിലോ നടന്നിട്ടോ പോകുന്ന ഉസ്താദന്മാരല്ല, വലിയ കാർ എടുക്കാൻ തുടങ്ങി, ബൈക്ക് കറങ്ങാൻ തുടങ്ങി. അവരൊക്കെ ഫ്രീക്കന്മാരെ രൂപത്തിലായി എന്നാണല്ലോ നിങ്ങൾ പറയണത്, അല്ലേ? അപ്പൊ ബൈക്കിലും പോവാ, കാറിലും പോവാ, എല്ലാ സൗകര്യമായി. പിന്നെ പറയാനുള്ളത് എന്താ? ശമ്പളം.
അത് കുറച്ചല്ലേ ഉള്ളൂ. അത് കമ്മിറ്റിക്കാരെ പറഞ്ഞാൽ മതി, നിങ്ങൾ ഉസ്താന്മാരെ പറയാൻ കേട്ടാ. അത് കമ്മിറ്റിക്കാരാണ് അതിനുള്ള എല്ലാ കാര്യത്തിനും പിഷ്കന്മാര്. ഇവിടെ നിന്നല്ലേ, ഞാൻ പോകുന്നവരല്ല. അങ്ങനെ ഉണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഉസ്താദിന്റെ ഖുത്ബ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉസ്താദിനോട് പറഞ്ഞത്ര, ഉസ്താദെ 10,500 ഞങ്ങള് ശമ്പളം കൊടുത്തോണ്ടിരുന്നത്, നിങ്ങളെ ഖുത്ബയും നിങ്ങളെ ഖിറാഅത്തും നിങ്ങളുടെ ദുആ എല്ലാം കേട്ടപ്പോ നമുക്ക് തോന്നി 500 രൂപ കൂടി കൂട്ടിയേക്കാം. 500 രൂപ മാസത്തില് 11 രൂപ. അപ്പം ഉസ്താദ് പറഞ്ഞത്ര, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്ത് 15 രൂപ ശമ്പളം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ വേറൊരു മാസം ഉസ്താദ് ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ 45-50 ശമ്പളമുണ്ട്, പക്ഷെ എവിടെയും അതിൽ ബർക്കത്തില്ല, ഒരു ബർക്കത്തുമില്ല. നിങ്ങളെ 5ഉം 10ന് തന്നെ ബർക്കത്ത് നിറഞ്ഞത്ര. ഇത് പറഞ്ഞപ്പോ ഉസ്താദ് ആള് ആരാ മോന് പറഞ്ഞു, എന്നാ ബർക്കത്തില്ലാത്ത 11 മാസം നിങ്ങൾക്ക് തരാം, ബർക്കത്തുള്ള 11 മാസം നിങ്ങൾക്ക് തരാം, ബർക്കത്തില്ലാത്ത 45 എനിക്കന്ന്. അതുകൊണ്ട് നമ്മളെ പറ്റിക്കാനൊന്നും ഇനി നോക്കണ്ട, ബർക്കത്ത് പറഞ്ഞിട്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടൊക്കെ അൽഹംദുലില്ലാഹ് തലയാട്ടുന്നുണ്ട്, വേറെ നിർവാഹമില്ലല്ലോ, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും സന്തോഷവും എവിടെയും എപ്പോഴും. അൽഹംദുലില്ലാഹ് എന്നോട് പറഞ്ഞ നല്ലൊരു മഹല്ലാണ്, എല്ലാറ്റിനും നമുക്ക് സപ്പോർട്ടാണ്. അതാണ് വേണ്ടത്. ഒരു ആലിമിനെ നിങ്ങൾ മഹല്ലത്തിൽ നിർത്തിയിട്ട് ആ ആലിമിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം എവിടെയും ഏത് ഉസ്താദന്മാരും മഹല്ലത്തിനെ കുത്തിച്ചോറാക്കണം എന്ന് ഒരിക്കലും ധരിക്കൂല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള സദസ്സുകൾ ഇൻഷാ അല്ലാഹ് വേണ്ട രൂപത്തിലായിട്ട് ഒരുക്കിയിട്ട് നമ്മുടെ മഹല്ലിനെ എപ്പോഴും നമ്മൾ ഐക്യത്തിലും കെട്ടുറപ്പിലും ആത്മീയതയിലും ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വേണ്ടത് എന്താണ്? ആണിന് വേണം ദീനിയായ ഒരു ദീനിയായ പെണ്ണ്, പെണ്ണിനും വേണം ദീനിയായ ഒരു ഭർത്താവ്. ഇങ്ങനെയുണ്ടായാൽ അവിടെ സമാധാനപരമായ ജീവിതമുണ്ടാകും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം എന്തായിരുന്നു? ആ പൊരുത്തത്തിന് വേണ്ടി മാത്രം ജീവിച്ച പെണ്ണാണ് സയ്യിദത്തുനാ ഫാത്തിമ. എന്തുകൊണ്ട്? ഭർത്താവിന്റെ മഹത്വം ഭാര്യ മനസ്സിലാക്കി. ഭർത്താവിന്റെ മഹത്വം ഭാര്യ മനസ്സിലാക്കി. അതിനെന്ത് വേണം? പെണ്ണിന് ദീനുണ്ടാകണം. പെണ്ണിന് ദീനുണ്ടായാലേ ഭർത്താവിന്റെ മഹത്വം ഭാര്യക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അറിയണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദീനുള്ള കുടുംബത്തിൽ നിന്ന് നീ വിവാഹം കഴിക്കണേ മോനെ, എന്നിട്ട് നിന്റെ ജീവിതത്തെ നീ സക്സസ് ആക്കണേ മോനെ. ജീവിതത്തിന്റെ മേഖലകള് ഭാസുരമാകാൻ, സന്തോഷപ്രദമാകാൻ, സുന്ദരമായ രീതിയിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ചെയ്യേണ്ടത് ദീനുള്ള കുടുംബത്തിലുള്ള പെണ്ണിനെയാണ് നോക്കേണ്ടത്. അവിടെ നിന്റെ വണ്ടി പോകുന്ന വീടാണോ എന്നല്ല, ടാറിട്ട റോഡാണോ എന്നല്ല, അല്ലെങ്കിൽ അവൾക്ക് എത്രമാത്രം സമ്പാദ്യമുണ്ട് എന്നല്ല നോക്കേണ്ടത്. അവിടെ നീ നോക്കേണ്ടത് കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിന് ദീനുണ്ടോ, അവളെപ്പോഴും നിനക്ക് സമാധാനമേ തരികയുള്ളൂ. എവിടെയും അവൾ നിനക്ക് സുരക്ഷിതത്വം മാത്രമേ തരികയുള്ളൂ, സമാധാനം മാത്രമേ തരികയുള്ളൂ. അതിന് നീ തെരഞ്ഞെടുക്കേണ്ടത് പെണ്ണിന്റെ മൊഞ്ചല്ല, പെണ്ണിന്റെ മുഖമല്ല, പെണ്ണിന്റെ വെളുപ്പല്ല, പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല, പെണ്ണിന്റെ പുറത്ത് കാണുന്ന സമ്പാദ്യങ്ങളല്ല, ഉപ്പാന്റെ നിലവാരമല്ല നോക്കേണ്ടത്, ഉമ്മാന്റെ നിലവാരമല്ല നോക്കേണ്ടത്. കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിന് അച്ചടക്കവും ദീനി ബോധമുണ്ടോ? പണമില്ലെങ്കിലും കല്യാണം കഴിക്കാം, കോട്ടേഴ്സിലാണെങ്കിലും നിനക്ക് തെരഞ്ഞെടുക്കാം, ഉമ്മയില്ലെങ്കിലും അവളെ നിനക്ക് തെരഞ്ഞെടുക്കാം, ഉപ്പയില്ലെങ്കിലും അവളെ നിനക്ക് വിവാഹം കഴിക്കാം. കാരണം അവളാണ് മോനെ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയത്തിനുള്ള നിദാനം. അതാണ് നിന്റെ പെണ്ണ്. അറിയുമോ, പാലക്കാട് ജില്ലയിലുള്ള ഒരു തങ്ങള്, ആ തങ്ങള് ഒരുപാട് ആളുകൾ
ആളുകളെ ഓരോ വർഷവും പല സമയങ്ങളിലായി ഉംറക്ക് കൊണ്ടുപോകാറുണ്ട്. ഞാൻ അറിയുന്ന സയ്യിദാണ്. അല്ലാഹുവേ ആ കുടുംബത്തിന് സയ്യിദിനും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അവരുടെ കൂടെ ഒരുപാട് ആളുകൾ ഉംറക്ക് പോകാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ കൂടെ തങ്ങളുടെ കൂടെ ഉംറക്ക് പുറപ്പെടുകയാണ്. പരിശുദ്ധമായ ഉംറക്ക് പുറപ്പെട്ടു. പവിത്രമായ മക്കയിലെത്തിയപ്പോ, കഅബ ശരീഫിന്റെ മുന്നിലെത്തിയപ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു പോകുന്നു. ആ ചെറുപ്പക്കാരൻ എന്തെന്നില്ലാതെ കരയുന്നു. ആ പൊന്നുമോന് കരഞ്ഞോണ്ട് ദുആ ചെയ്യുന്നത് അവന്റെ ഭാര്യക്ക് വേണ്ടിയാണ്. ഭാര്യക്ക് വല്ലാതെ ദുആ ചെയ്യുകയാ. തവാഫ് നടത്തുന്നു, ദുആ ചെയ്യുന്നു. ഭാര്യക്ക് കരഞ്ഞു ദുആ ചെയ്യുന്നു. ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ, ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം തന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് ഒലിക്കുന്ന കണ്ണുകളുമായിട്ട് ആ ചെറുപ്പക്കാരൻ വല്ലാതെ അങ്ങ് ദുആ ചെയ്യുമ്പോ തങ്ങൾ കരുതിയത്രേ ഇവന്റെ ഭാര്യക്ക് എന്തോ വിഷമമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന്. പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഗ്രൂപ്പ് അങ്ങ് നീങ്ങുന്നു. മദീനയിലെത്തുന്നു. പൊന്നാര നബി തങ്ങൾക്ക് സലാം പറയുന്നു. അവിടെയും ഈ ചെറുപ്പക്കാരൻ കരയുകയാ. ഏറ്റവും കൂടുതൽ അവന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് വല്ലാതെ ദുആ ചെയ്യുകയാ. തങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാ. യാത്ര കഴിഞ്ഞിട്ട്, ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണീരും സങ്കടവും പ്രാർത്ഥനയും കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ തങ്ങൾ ചോദിച്ചത്ര, മോനെ നിന്റെ ഭാര്യക്കുള്ള പ്രശ്നമെന്താണ്? ആ ചെറുപ്പക്കാരൻ തങ്ങളോട് പറയാണ്, ഇല്ല തങ്ങളെ, എന്റെ ഭാര്യക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ നീയല്ലേ കഅബയിലെത്തിയപ്പോ, മക്കയിലെത്തിയപ്പോ, മദീനയിലെത്തിയപ്പോ വിവിധ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലെല്ലാം നിന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നമെന്ന് പറയൂ മോനെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ എന്റെ ഭാര്യക്ക് പ്രശ്നമില്ല, പ്രശ്നം എനിക്കായിരുന്നു, പ്രശ്നം എനിക്കായിരുന്നു തങ്ങളെ. ആ ചെറുപ്പക്കാരൻ പറയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മുഴുകുടിയനായിരുന്നു, കള്ളുകുടിയനായിരുന്നു, വല്ലാതെ കള്ളിനടിമയായിരുന്നു. എന്തിനേറെ പറയണം, ഒരുപാട് വിവാഹാലോചന നടത്തി, ഒന്നും എനിക്ക് ശരിയായില്ല തങ്ങളെ. അവസാനം ദരിദ്ര കുടുംബത്തിൽപ്പെട്ട, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുമായിട്ട് ആലോചന നടന്നു. അവളെ ഞാൻ കാണാൻ ചെന്നു. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടു. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തങ്ങളെ, എന്റെ പഴയ സ്വഭാവം പോലെ ഞാൻ അന്നും മദ്യപിച്ചു. മദ്യപിച്ചിട്ട് ബൈക്കെടുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോ എന്റെ വണ്ടി നിയന്ത്രണം വിട്ടു, ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. എന്റെ കണ്ണിന്റെ ഭാഗം തകർന്നു തങ്ങളെ. ബോധം നഷ്ടപ്പെട്ടു. ആളുകൾ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ വിവരം എന്റെ ഭാര്യ അറിയുന്നു. അവളോട് ആരോ ചെന്ന് പറഞ്ഞു, മോളെ, നിന്നെ നോക്കി വെച്ചിട്ടുള്ള, ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരൻ കള്ളുകുടിയനാണ്. നിന്നെ കണ്ടുപോകുന്ന വഴിക്ക് മദ്യപിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുകയാ. ഇനി എന്തിനാ അവന് വേണ്ടിയിട്ട് നീ കാത്തു നിൽക്കുന്നത്? ആ ബന്ധം നമുക്ക് ഒഴിവാക്കാം.
ഇങ്ങനെ ഇവളടുത്ത് ചെന്ന് പോയി പറഞ്ഞപ്പോ ആ പൊന്നുമോൾ ഇവരോട് പറഞ്ഞതോ അതിനെന്റെ മനസ്സനുവദിക്കുന്നില്ല, അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. കാരണം എന്തേ? ഞാൻ എന്റെ റബ്ബിനോട് ഇത്ര കാലം ദുആ ചെയ്തത്, പാതിരാ നേരത്ത് ദുആ ചെയ്തത്, നിസ്കാര ശേഷം ദുആ ചെയ്തത്, ആരാധന മുറകൾക്ക് ശേഷം ദുആ ചെയ്തത്, അല്ലാഹ് 10 50 100 ആളുകളുടെ മുന്നിൽ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങിയിട്ട് നിൽക്കേണ്ടുന്ന ഗതികേട് വരുത്തല്ലേ അല്ലാഹ്. വിവാഹപ്രായമെത്തുമ്പോ ഒരേ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ പടച്ചോനെ, ആ ചെറുപ്പക്കാരൻ ഏത് കോലത്തിലുള്ളതായാലും ഏത് സംസ്കാരത്തിലുള്ളതായാലും അല്ലാഹ് വിവാഹത്തോടെ അവനെ എനിക്ക് നീ നല്ലവനാക്കി തരണേ അല്ലാഹ്. അവന്റെ സ്വഭാവം എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. അവന്റെ സംസ്കാരം എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഈ കാലം വരെ ദുആ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയ്ക്കെതിരെ ചെയ്യാൻ എനിക്ക് കഴിയില്ല സഹോദരിമാരെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കല്യാണം വേണ്ട എന്ന് വെക്കൂല. കല്യാണത്തിൽ അങ്ങ് ഉറച്ചു നിന്നു. തങ്ങളെ അവളുമായിട്ടുള്ള വിവാഹം നടക്കുകയാ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില് മണവാളനായി പുതിയ പിളയായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മണിയറയിൽ ഞാൻ ഇരിക്കുമ്പോ സുന്ദരിയായ സുമുഖിയായ എന്റെ ഭാര്യ, അതേ എന്റെ ജീവിതവും എന്റെ സംസ്കാരവും നന്നാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഭാര്യ എന്റെ മുന്നിലേക്ക് പാലും കയ്യിൽ പിടിച്ചിട്ട് നടന്നു വന്നു. വലത്തെ കയ്യിൽ നിന്ന് പാലും ഗ്ലാസ് ഇടത്തെ കയ്യിലേക്ക് മാറ്റിയിട്ട് മണിയറയിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എന്നെ കണ്ടപാടെ അങ്ങ് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാണത്തിന്റെ ചിരി മുഖത്ത് കാണുകയും എന്നാൽ ഈമാനിന്റെ പുഞ്ചിരിയോടെ എന്റെ മുന്നിലേക്ക് കൈ നീട്ടിയിട്ട് എന്നോട് എന്റെ ഭാര്യ സലാം പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഇരിക്കുന്നിടത്ത് നിന്ന് എണീച്ചു. തങ്ങളെ എന്റെ ഭാര്യക്ക് കൈ കൊടുത്തു സലാം അടക്കുന്നു. 15 കൊല്ലം മുമ്പ് കണ്ടവളല്ല, 15 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളവളല്ല. എന്നെ കുറിച്ച് അവൾക്കൊന്നും അറിഞ്ഞുകൂടാ, അവളെ കുറിച്ചും കൂടുതൽ എനിക്ക് അറിഞ്ഞുകൂടാ. മധുവിധു ആഘോഷിക്കുന്നതിന്റെ മധുരമായ രാവിലെ, ആദ്യത്തെ രാവിലേക്ക് കടന്നു വന്നപ്പോ ആ പൊന്നുമോളന്റെ കൈ പിടിച്ചിട്ട് ചൊല്ലിയത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങളോട് ആ സഹോദരൻ പറയുകയാ, ഞാൻ സലാം അടക്കുന്നു തങ്ങളെ. ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് ഗ്ലാസ് മാറ്റിയിട്ട് എന്റെ കയ്യിൽ വെച്ച് തന്നു. ഇക്കായിരുന്നു കുടിക്കണേ, ബിസ്മി ചൊല്ലി കുടിക്കണേ ഇക്ക. ആ പൊന്നുമോള് ദീനിന്റെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാ. കുടിയുടെയും അതേപോലെ തന്നെ ഭക്ഷണത്തിന്റെയും മര്യാദ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവള് പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചു. എന്നിട്ട് ബാക്കി വെച്ചിട്ട് എന്റെ ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. അവളും ഇരുന്ന് കുടിച്ചു തങ്ങളെ. എന്നിട്ടോ അവൾ എന്നോടായിട്ട് പറയുകയാ, ഇക്കാ നിങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെച്ചതാരാണ്? അല്ലാഹു ആണല്ലോ. എന്നെ നിന്നിലേക്ക് നിങ്ങളിലേക്ക് ചേർത്ത് വെച്ചതും അല്ലാഹു ആണല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം കഴിക്കാൻ ഇതിനുള്ള മാർഗം എത്തിച്ചു തന്നത്, തൗഫീഖ് തന്നത് അല്ലാഹു ആണല്ലോ ഇക്കാ. അതുകൊണ്ട് പുതിയൊരു ജീവിതം നമ്മൾ തുടങ്ങുമ്പോ
ഈ ഒരു ജീവിതം തന്ന അല്ലാഹുവിന് വേണ്ടിയിട്ട് 2 റക്അത്ത് നിസ്കാരം നമ്മൾക്ക് നിർവഹിക്കാം. പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ട് 14 മുമ്പ് പരിശുദ്ധ റസൂലിന്റെ പവിത്രമായ വാഴിയിൽ നിന്ന്, അവിടുന്ന് മുബാറക്കായ നാവിൽ നിന്ന് പരിശുദ്ധമായ ദീനിനെ പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബി വനിതകളുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം സ്വഹാബത്തിന്റെ പാരമ്പര്യം കണ്ടു മനസ്സിലാക്കിയ താബീങ്ങളിൽ പ്രമുഖരായ ആളുകളുടെ ഉമ്മമാരുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. മലബാർ കേന്ദ്രമാകുന്ന മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു പെണ്ണിന്റെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ പറയാണ്, തങ്ങളെ എന്നോട് പറഞ്ഞു വുളൂ ചെയ്തിട്ട് വരാ. ഞാൻ അറിയാതെ വുളൂ ചെയ്ത് വരുമ്പോ എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് മുസല്ല വിരിച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ നിസ്കരിക്കുന്നു തങ്ങളെ. എന്റെ ഭാര്യയും നിസ്കരിച്ചു. അവൾ അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്തത് ഞാൻ കേട്ടു. അല്ലാ, നീയായിട്ട് ചേർത്ത് വെച്ച ഈ ബന്ധം നാളെ സ്വർഗ്ഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് 25 കൊല്ലമായി, 30 കൊല്ലമായി. ഭർത്താവിന്റെ ആരോഗ്യം നിലനിർത്താൻ ദുആ ചെയ്ത പെങ്ങളെ, മക്കൾക്ക് വേണ്ടിയിട്ട് അസുഖം മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത പെങ്ങളെ, എന്നെങ്കിലും ഒരു രാത്രി എന്റെ ഭർത്താവിനെയും എന്നെയും നിന്റെ സ്വർഗീയ ലോകത്ത് ചേർക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ നിങ്ങളുടെ നാവിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദുആ ചെയ്യാൻ എന്റെ പെങ്ങളെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മണിയറയിലെ ആദ്യ രാത്രിയിൽ ഈ പെണ്ണ് അല്ലാഹുവിലേക്ക് കരമുയർത്തിയിട്ട് പ്രാർത്ഥിച്ചതല്ലോ, ഈ ബന്ധം നാളെ സ്വർഗത്തിലും നീ ചേർക്കണേ അല്ലാ. അവൾ ആ ദുആവും കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കിടക്കുകയാണ്. ആ സമയത്ത് എന്റെ കൈ പിടിച്ചിട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് എന്നോട് കാര്യം പറയാണ്. ഇന്നലെ നിങ്ങൾ പല രീതിയിലും ജീവിച്ചവരായിരിക്കും, പലതും കണ്ടിട്ടുണ്ടാകും, പലതും സംസാരിച്ചിട്ടുണ്ടാകും, പലതും ചെയ്തിട്ടുണ്ടാകും, പലതിലേക്കും നടന്നിട്ടുണ്ടാകും, പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകും. ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. ഇന്നലെ വരെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു? കാണാൻ പാടില്ലാത്തവൾ, തൊടാൻ പാടില്ലാത്തവൾ, നേരിൽ വന്നിട്ട് സംസാരിക്കാൻ പാടില്ലാത്തവൾ. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് നമ്മൾക്ക് നേരിൽ കാണാൻ പറ്റുന്നതാണ്, തൊടാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇടയിൽ മറയില്ലല്ലോ ഇക്ക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇക്ക, നമ്മുടെ ഈ ബന്ധത്തിൽ അല്ലാഹനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം ഇനി മുതൽ വേണ്ട ഇക്ക. ഹറാമിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹനെ മറന്നുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വേണ്ട ഇക്ക. ഇത് പറയുമ്പോ എന്റെ ഭാര്യ കരയുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ അവളെ കയ്യങ്ങ് മുറകെ പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോളെ, അല്ലാഹ് പൊരുത്തപ്പെടാത്തതിന് ഞാൻ ചെയ്യൂല. എന്റെ കൈ പിടിച്ചിട്ട് അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട്, എന്റെ കൈ പിടിച്ചിട്ട് അവളെ കൈയും എന്റെ കൈയും ചേർത്ത് വെച്ചിട്ട് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവളെ പറയാണ്, ഇക്കാ, മരിക്കുന്നത് വരെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ പൊരുത്തമാണ്. മരിക്കുന്നത് വരെ ഞാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ പൊരുത്തമാണ്, നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ്. ഇവിടെ മാത്രമല്ല, ആഖിറത്തിലും അത് തന്നെയാ.